എന്തേലും ബുദ്ധിമുട്ട്? ആർക്ക്? എന്തേലും ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. 2 മിനിറ്റ് കഴിഞ്ഞ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. വിളിക്കുന്നടാ. രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് 5 മിനിറ്റ് ആയി. അപ്പൊ എങ്ങനെയാ, തേർഡ് റൗണ്ട് തുടങ്ങുമല്ലേ? പെട്ടെന്ന് ഞങ്ങളെ തീർക്കാനുള്ള പരിപാടിയാ. അപ്പൊ നിങ്ങള് കോമ്പറ്റീഷൻ മതിയാക്കിയ? മതിയാക്കും മക്കളെ. നീ വേണേ മതിയാക്കിച്ചോ. ഞാൻ ഒരെണ്ണം കൂടെ കഴിച്ചിട്ട് ഞാൻ എന്നെ തന്നെ വിജയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാൻ പോകും. അളയം വേണമെങ്കിൽ മതിയാക്കിയോ. ഞാൻ ഒരെണ്ണം കൂടെ കഴിച്ചിട്ട് ഞാൻ എന്നെ തന്നെ വിജയായിട്ട് പ്രഖ്യാപിച്ചോളാം. ஐயோ சாமி, 2 பேரும் நிறுத்துங்க. நாங்க வேணா இதை சாப்பிட்டு முடிக்கிறோம். അതെ, പറ്റാത്ത പണിയാണെങ്കിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് തിന്നണേ? നിർത്തിപ്പോടേ. തോക്കാൻ എനിക്ക് മനസ്സില്ല. തോക്കാൻ എനിക്ക് മനസ്സുണ്ടെന്നാ. ഞാനും 15 കോഴിമുട്ട കഴിച്ചു. 32 മുട്ടയില് 30 എണ്ണം കഥം, 2 എണ്ണം ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പുഴുങ്ങി തരട്ടെ? എന്നാ ബുൾസൈ അടിച്ചു തരാം. വേണ്ട. വേണോ? 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 ആണോ? രണ്ടിനും വേണ്ടാന്ന് മനസ്സിലായി. എന്നാ മത്സരം ഇവിടെ നിർത്താം. ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല. എന്തു പറയുന്നു? ஐயோ 2 பேரும் கொஞ்சம் நிறுத்துறீங்களா? உங்களை பார்த்துட்டு ஏதோ மாதிரி இருக்கு. எனக்கு ரொம்ப கஷ்டமா இருக்கு. എനിക്ക് കഷ്ടമൊന്നുമില്ല. എനിക്ക് ഒട്ടും കഷ്ടമില്ല. എനിക്കാണ് കഷ്ടമില്ലാത്തത്. എനിക്ക് കഷ്ടമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലേ ഞാനൊരു തീറ്റച്ചന്ദ്രന്റെ കഥ പറയാം. പടവലത്തൊരു തീറ്റച്ചന്ദ്രൻ ഉണ്ടായിരുന്നു. അവനാണെങ്കിലേ വറക്കണക്കിനായിരുന്നു ചോറുണ്ണുന്നത്. എല്ലാ കടകളിലും കയറി ഇറങ്ങി നടന്ന് പഴംപൊരി ആയാലും നെയ്യപ്പം ആയാലും ഉണ്ണിയപ്പം ആയാലും ചോറായാലും എന്തായാലും കിട്ടുന്ന എല്ലാം മേടിച്ച് തിന്നുമായിരുന്നു. ഇറച്ചിയാണെങ്കിലുണ്ടല്ലോ കൊട്ടക്കണക്കിന് അവൻ തിന്നുമായിരുന്നു. അവസാനം എന്തോന്നറിയാവോ? അവസാനം 100 മുട്ട തിന്നാവുന്ന ഒരു ബെറ്റ് വെച്ചു. എന്നിട്ട് അയാൾ 100 മുട്ട കഴിച്ചോ? പിന്നെ 100 മുട്ടയും കഴിച്ചു. അതോടെ അവൻ തീരുകയും ചെയ്തു. അതെ, മത്സരം അവസാനിച്ചിട്ടില്ല. അടുത്ത അരമണിക്കൂറിൽ ആരാദ്യം വെള്ളം കുടിക്കുന്നുവോ അവര് തോക്കും. അവര് തോക്കും. അപ്പോളേ നമുക്ക് 2 പേർ കൂടെ റൂമിൽ പോയി ഒരുമിച്ചിരിക്കാം. അല്ലെങ്കിൽ അളിയൻ ചിലപ്പോ എന്നെ പറ്റിക്കും. നീ എന്നെയും പറ്റിക്കും. ഇനി ഇതുപോലുള്ള മത്സരങ്ങളൊന്നും വേണ്ട. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അനുവദിച്ചു കൊടുക്കല്ല. ഇനി രണ്ടിന് ഈഗോയല്ലേ, കൊട്ടക്കണക്കിന് അഹങ്കാരവും.
ഇനിയിപ്പോ അരമണിക്കൂർ കഴിഞ്ഞാലും വെള്ളം ചോദിച്ച് വരുമല്ലോ, കൊടുക്കണ്ട. പിന്നെ ഈ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാൻ വരുമ്പോഴേ ഉണ്ടാക്കി വെച്ചേക്കണ പൈനാപ്പിൾ പുളിശ്ശേരി തരണേ. அதுக்கு பைனாப்பிள் புளிச்சேரி இல்லையே. ഇല്ലേ? இல்லடா, அந்த பைனாப்பிள் வெட்டி பார்த்தப்போ அதுக்குள்ள முழுசா பூச்சியா இருந்தது. நான் அதை அப்படியே தூக்கி வீசிட்டேன். തൂക്കി വീസിന്നോ? ആന്റി എന്താ പറയണേ? എന്റെ മൊത്തം കണ്ണാ പൈനാപ്പിൾ ആയിരുന്നു. എന്റെ പ്രതീക്ഷ പൈനാപ്പിൾ ആയിരുന്നു. പൈനാപ്പിൾ കഴിച്ചാൽ ദഹിക്കും. ഉണ്ട്. ആ തീറ്റച്ചന്ദ്രന് ഇതുപോലായിരുന്നു. ഈ 100 മുട്ട കഴിച്ചിട്ടേ ജ്യൂസ് കടയിൽ ചെന്നു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാന്. അപ്പൊ പൈനാപ്പിൾ ജ്യൂസ് ഇല്ല. പൈനാപ്പിൾ ജ്യൂസ് കിട്ടാതാണ് അവൻ ചത്തുപോയത്. എന്നാ പിന്നെ ഞാൻ 2 പേർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ? വേണ്ട. സാറിനോ? വേണ്ട. லெச்சு, நான் கடையில போயிட்டு பைனாப்பிள் வாங்கி ஜூஸ் அடிச்சு குடுக்கட்டா? പെട്ടെന്നാവട്ടെ. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അളിയനും വാശിയിലല്ലേ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ജീവനുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചു കൊടുക്കാം. ഇതെന്താ പുതിയ മത്സരമാണോ? ഉരുണ്ട് കളിക്കൽ മത്സരം? ചേച്ചി ഒന്ന് പോയ ചേച്ചിയുടെ പണി വാങ്ങി. தண்ணி எடுக்கட்டா? വേണ്ട. അളിയന് വേണോ? വേണ്ട. അപ്പൊ എനിക്ക് ഒട്ടും വേണ്ട. നിങ്ങളെ ഇങ്ങനെ കിടക്കാതൊന്ന് എഴുന്നേക്ക്. എണീക്കാൻ പറ്റണ്ടേ? എടാ എഴുന്നേറ്റൊന്നും നടന്നാലേ ദഹിക്കത്തുള്ളൂ. എണീറ്റിരിക്കാൻ പറ്റുമല്ലോ, എണീറ്റ് നടക്കാൻ പറ്റൂ. ഓട്ടങ്ങോട്ട്. പക്ഷെ എണീറ്റ് ഇരുന്നിട്ടും കാര്യമില്ല. ദഹിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 2 റൗണ്ട് ഓടണം, അല്ലെങ്കിൽ നടക്കണം. നിങ്ങൾ കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക്. വെള്ളമൊക്കെ എങ്ങനെ ഇറങ്ങാനാ? തൊണ്ട വരെ മുട്ടയിട്ട് വെച്ചേക്കുമല്ലേ. വേണോ വെള്ളം? വേണ്ട. അയ്യോ, നമ്മൾ വന്ന കാര്യം പറയാൻ മറന്നുപോയി. അതെ, രാത്രി ഭക്ഷണം ചോറിന്റെ ഒപ്പം എന്താണ് കഴിക്കാൻ വേണ്ടത്? മുട്ട വറക്കണോ? മുട്ടത്തോരനോ വേണോ? അല്ലെങ്കിൽ ബുൾസൈ അടിക്കണോ? മുട്ടപ്പത്തിരി, മുട്ടപ്പത്തല്, അങ്ങനത്തെ എന്തെങ്കിലും? അല്ലെങ്കിൽ വേറെ സ്പെഷ്യൽ എന്തെങ്കിലും? എന്നാ പിന്നെ മുട്ട ഇടുന്ന ഒരു കോഴീനെ നിർത്തി പിടിച്ചെടുക്കട്ടെ. എല്ലാരും കൂടെ ഇറങ്ങി പോയി തരൂ. ആയിക്കോട്ടെ, എന്നാ വാ, പോ. അമ്മൂമ്മ, ചേച്ചി പറ്റണില്ല. എനിക്ക് മാത്രമല്ല, അളിയന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാ പറയുന്നത്, ആഹാരം ആവശ്യത്തിന് കഴിക്കണം. വയറിനറിയത്തില്ലല്ലോ നിനക്കൊക്കെ അഹങ്കാരം ഈഗോ ആണെന്ന്. ഉപദേശിക്കണൊക്കെ പിന്നെ ഉപദേശിക്ക. അത് ഞങ്ങളെ ഒന്ന് ആശുപത്രിയെ കൊണ്ടുപോയി എന്റെ അമ്മൂമ്മ. അയ്യോ.